السلام عليكم ورحمة الله وبركاته. الحمد لله الذي خلق الجنة والنار والصلاة والسلام على من أنزل عليه أفضل التبيان وعلى آله وصحبه أجمعين أما بعد. ബഹുവന്യരായ വിശ്വാസികളെ, റമളാനിൻ്റെ അവസാന ദിനരാത്രികളിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല റമളാനിനെ 3 വിഭാഗമാക്കി 3 പാർട്ടാക്കി തിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് റഹ്മത്തിൻ്റെയും രണ്ടാമത്തേത് മഗ്ഫിറത്തിൻ്റെയും ആണെങ്കിൽ മൂന്നാമത്തേത് നാം അവസാനമായി നിലകൊള്ളുന്ന ഈ 10 എന്നുള്ളത് അത് അയ്തുക്കും മിനന്നാർ, നരകമോചനത്തിനുള്ളതാണ്. പലതും ഉൾക്കൊണ്ട, പലരെയും ഉൾക്കൊള്ളിച്ച ഒരു സമൂഹത്തിലാണ് മനുഷ്യനെന്ന ഈ സമൂഹ ജീവിക്കുമ്പോൾ നാം പലവിധ തിന്മകൾക്കും വിവിധമാർന്ന തിന്മകളിലേക്കും വ്യതിചലിച്ചു പോയേക്കാം. എന്നിരുന്നാലും ആ തെറ്റുകളിൽ നിന്നും നാം ഖേദിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ആത്മാർത്ഥമായി നിസ്വാർത്ഥനായി മടങ്ങുക എന്നുള്ളത് നാം ഓരോ വ്യക്തിയുടെയും മേലിൽ കടമയായ ബാധ്യതയാണ്. ഈ കടമ നാം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അങ്ങ് ദ ഗ്രേറ്റ് ജഡ്ജ്മെൻറ്റ് ഡേ എന്ന ആ മഹ്ശറ വൻ സഭയിൽ വെച്ച് നാം നേരിടാൻ പോകുന്നത് ഒരിക്കലും നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാനാവാത്ത വിധത്തിലുള്ള ഭയാനകരമായ നരകത്തിൻ്റെ ശിക്ഷകളെയാണ്. ഇബ്ൻ മസൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയെ സ്നേഹം കൊണ്ട് ഭരിച്ച അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നരകത്തെ കൊണ്ടുവരപ്പെടുന്ന ആ ഭയാനകരമായ സാഹചര്യത്തെ, സന്ദർഭത്തെക്കുറിച്ച് നമ്മോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. يؤتى بجهنم يومئذ لها 70,000 زمام مع كل زمام 70,000 ملك يجرونها. ആ മഅ്ശറ വൻസഭയിലേക്ക് നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടുന്ന ആ ഭയാനകതയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ തൻ്റെ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകുന്നത്. മറ്റ് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന അഹ്വന അഹ്ലിന്നാരി അസാബൻ യൗമൽ ഖിയാമഹ ലറജുലുൻ യൂളഉ ഫീ അഖ്മസി ഖദമൈഹി ജംറതാൻ യഗ്ലി മിൻഹുമാ ദിമാഉഹു. അങ്ങ് അന്ത്യനാളിൽ വെച്ച് ഏറ്റവും നിസാരമായ ശിക്ഷയെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പറയുന്നത്. എന്താണ് ആ ശിക്ഷ എന്ന് നോക്കിയാൽ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾക്കടിയിൽ 2 കല്ലുകൾ വെച്ചിട്ടുണ്ടാവും. ആ 2 കല്ലുകൾ കാരണം അദ്ദേഹത്തിൻ്റെ തലച്ചോറിങ്ങനെ തിളച്ചു മറിയുന്നുണ്ടാകും. ഒരുപക്ഷെ ഇന്ന് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ അതാണ് നാളെ പരലോകത്തിൽ വെച്ച് ഏറ്റവും നിസാരമായ ഇന്ന അഹ്വന അഹ്ലിന്നാരി അസാബൻ യൗമൽ ഖിയാമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ആ ശിക്ഷ എന്നുള്ളത്. മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയതും ഏറ്റവും കൂടുതൽ സാഡ് ആയതുമായ ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വരിളത അലയ്യൽ ജന്നതു വന്നാർ ഫലം അറാഖൽ യൗം ഫിൽ ഖൈരി വശർ. എൻ്റെ മേൽ എനിക്ക് നരകത്തെയും സ്വർഗത്തെയും വെളിവാക്കപ്പെട്ടു. ആ ദിവസമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും സന്തോഷവും ഏറ്റവും കൂടുതൽ പ്ലഷറും ഏറ്റവും കൂടുതൽ ദുഃഖവും നൽകിയ ദിവസം എന്നുള്ളത്. മറ്റൊരു ഹദീസിലൂടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകമ്പനം എന്നർത്ഥം വരുന്ന സൂറത്ത് സൽസലയിലെ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ എന്ന ആയത്ത് ഓതുകയാണ്. സുമഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ നശ്വത്തുലെന്ന് സൂചിപ്പിച്ച സ്വഹാബാ കിറാമിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, അതദ്റൂന മാ അഖ്ബാറുഹ, അന്നേ ദിവസം ആ ഭൂമിയുടെ അഖ്ബാറാത്തുകൾ എന്താണ് നിങ്ങൾക്കറിയുമോ സഹാബ? ഖാലു, സഹാബാ കിറാമിൻ്റെ ആ മാന്യമായ ഉത്തരം, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവും അവിടുത്തെ റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാർത്തയെക്കുറിച്ച് പറയുകയാണ്,
فإن أخبارها أن تشهد على كل عبد أو أمة بما عمل على ظهرها. ഈ ഭൂമി ലോകത്ത് വെച്ച്, ഈ ഭൂമിയുടെ പുറത്ത് വെച്ച് ഓരോ അടിമയും റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഓരോ അടിമയും ചെയ്ത ഓരോ പ്രവർത്തനത്തെക്കുറിച്ചും ആ ഭൂമി അന്നേ ദിവസം സാക്ഷി നിൽക്കും. തഖൂൽ, ആ ഭൂമി പറയും, അമൽത കദാ വകദാ ഫീ യൗമിൻ കദാ വകദാ, ഇന്ന ദിവസം രാത്രി, ആ രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ നീ ഇന്ന പ്രവർത്തനം ചെയ്തില്ലയോ മനുഷ്യ. ഫഹാദിഹി അഖ്ബാറുഹാ, ഇതായിരിക്കും അന്നേ ദിവസം ആ ഭൂമിയുടെ അഖ്ബാറുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. നാം ഏവരും ഈ ഒരു സാക്ഷി ഓരോരുത്തരുടെയും മേലിൽ ഭൂമി ഇപ്രകാരം തന്നെ സാക്ഷി നിൽക്കും. നാം ചിന്തിച്ച് കേരിച്ച് മടങ്ങണം മനുഷ്യ. അതിനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഏറ്റവും നല്ല അവസരവുമാണ് നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റമളാനിൻ്റെ അവസാന ദിനരാത്രികളെ നാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് കൂടുതൽ അടുക്കുവാൻ നാം ശ്രമിക്കണം. വലില്ലാഹി ഉത്തഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈല. അത്തരം ആ ഉത്തഖായിങ്ങളിൽ, അല്ലാഹു നരകമോചനം നൽകുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി വസീകും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.